ചാളയും ശർക്കരയും കൂടി ഒരു പ്രയോഗമുണ്ട്. അതായത് മത്തിയും ശർക്കരയും കൂടി ഒരു കിടിലൻ പ്രയോഗമുണ്ട് കേട്ടോ. ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് വളരണില്ല എന്നൊക്കെ സങ്കടപ്പെടാറുണ്ട്. ചെടികൾ കായ്ക്കണില്ല, അതുപോലെ തന്നെ പൂക്കണില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. കീടങ്ങൾ വന്ന് നശിപ്പിക്കണം. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് അമിനോ ആസിഡ്. ഇത് ചാളയും ശർക്കരയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 2 കിലോ ചാള ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ 2 കിലോ ശർക്കരയും കൂടി വേണം. ആ ശർക്കരയും ഈ ചാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് ഇങ്ങനെ ചാള നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അലിഞ്ഞു പൊക്കോളൂ. ചാള മുറിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 30 ദിവസമാണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 30 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മുള്ളു വരെയും അലിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നമ്മളൊരു തോർത്തിൽ അരിച്ചെടുത്തിട്ട് നല്ല ഒരു തുണിയിൽ അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. 30 ദിവസം വരെ നമ്മളിത് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് മൂടി തുറന്ന് ഇതിൻ്റെ ഗ്യാസൊക്കെ കളയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് 30 ദിവസം ഇത് തുറക്കാതെ തന്നെ വെച്ചിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ചില്ലുഭരണിയിൽ എടുക്കരുത്. ചില്ലുഭരണി ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ശർക്കര എടുത്ത് ആ കണ്ടെയ്നറിൻ്റെ അടിയിലൊന്ന് നിരത്തുക. ചാളയും കണ്ടെയ്നറുമായിട്ട് ടച്ച് ചെയ്ത് വരാത്ത രീതിയിൽ ശർക്കര ഒരു ലെയർ അതിലേക്ക് ഇടുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന ചാള, ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതുപോലെ മൂടിയും ടൈറ്റായിട്ടിരിക്കണം. തുള്ളി വെള്ളം ഇതിലുണ്ടായാൽ പുഴു വരും. ആദ്യമേ തന്നെ ചാള എടുത്ത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം ഉണ്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ചാള ശർക്കര ഇത് പുട്ടിന് പീരിടുന്നത് പോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇടുകയാണ്. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് കുറേ ശർക്കര ഇട്ടിട്ട് ഈ ചാള ശരിക്കും മൂടുകയും കൂടി ചെയ്യണം. ഇങ്ങനെ വെച്ച് 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതിന് ഇതെടുക്കും. 30 ദിവസം കഴിഞ്ഞെടുത്തിട്ട് തോർത്തിൽ അല്ലെങ്കിൽ നല്ല തുണിയിൽ അരിച്ചെടുത്തിട്ട് നമ്മളിത് ചെടികൾക്ക് സ്പ്രേ ചെയ്യും. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml മുതൽ 5 ml വരെ ഫിഷ് അമിനോ ആസിഡ് ചേർത്ത് നേർപ്പിക്കാം. കായ്ക്കാനും പൂക്കാനും ചെടികളിലെ കീടങ്ങൾ വരാതിരിക്കാനും ചെടികളിലെ നല്ല സമൃദ്ധമായിട്ട് വളരാനും ഒക്കെയാണ് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കണ്ടെയ്നർ ഫുള്ളായിട്ട് ഇടരുത്. നമ്മുടെ മിശ്രിതം ഒരു 1/4 ഭാഗത്തോളം ഇടാൻ പാടുള്ളൂ. 1/4 ഭാഗം അവിടെ എയർ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമുള്ളതാണ്.